മതം തലയ്ക്ക് പിടിച്ച ഒരു നേതാവാണ് കെ എം ഷാജി. കെ എം ഷാജി എന്ത് വർഗീയത പറഞ്ഞാലും അതൊരു പ്രശ്നമല്ല. വർഗീയത പറഞ്ഞും അധികാരത്തിൽ കയറണം എന്നാണ് UDFും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത്. കെ എം ഷാജി പറയുന്ന വർഗീയതയോട് ഞങ്ങൾ മുഖം തിരിക്കുന്നില്ല, മുഖം നേരെ വെച്ച് തന്നെ നടക്കുന്നു എന്നാണ് UDF പറയുന്നത്. ഇപ്പോൾ കെ എം ഷാജിയുടെ ഒരു ഇന്റർവ്യൂ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിലാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ വലിയ വിവാദമാകുന്നതുകൊണ്ട് ചർച്ചയാവുന്നുണ്ട്. അതായത് മീഡിയ വണ്ണിന് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയേണ്ട കാര്യങ്ങൾ ഷാജിയിലൂടെ പുറം ലോകം അറിയുന്നു എന്നുള്ളതാണ്. ഷാജിയുടെ ഹീറോ എന്ന് പറയുന്നത് സതീശനാണ്. മുസ്ലിം ലീഗിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നതും സതീശനാണ്. സതീശന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം കണ്ടിട്ടായിരിക്കാം സതീശൻ ഈ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് തലയ്ക്ക് മതത്തെ മുഴുവൻ തലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചേക്കുന്ന ഷാജി ഇങ്ങനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ സത്യത്തിൽ ഈ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഈ UDFിനോടും മുസ്ലിം ലീഗും കേരളത്തിൽ എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടാൻ പോകുന്നത്? അല്ല, ഇതിനകത്ത് ഈ സമയത്ത് ഈ ഒരു ഇൻ്റർവ്യൂ നിസ്സാരമായിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം ഒരുപക്ഷെ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. കാരണം ഇത് വിവാദമാകട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലക്ഷ്യം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് ഷാജിയാണ്. ഷാജി എന്ന് പറഞ്ഞാൽ കടുത്ത വർഗീയവാദി, അല്ലെങ്കിൽ മതമാണ് പ്രശ്നം, മതം പറയും, അത് തന്നെയാണ് എൻ്റെ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിനകത്ത് ഇത്ര പച്ചയ്ക്ക് ഉറക്കെ പറഞ്ഞിട്ടുള്ളൊരു നേതാവില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇത് ആവർത്തിക്കാൻ തിരഞ്ഞെടുത്ത ചാനൽ മീഡിയ വണ്ണിൻ്റെ ചാനലാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമാണ് ഇന്ന് കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപം ശരിയാണെന്ന് ഉറപ്പിക്കുന്നതിന്, അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഭയമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൻ്റെ പിറകിൽ നമ്മൾ പറയേണ്ട ഒരു അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉണ്ട്. നാളെ കാലത്തെ കോൺഗ്രസ് ഉണ്ടെന്ന് പറയുമ്പം ഈ വിഷയത്തിനകത്ത് ഈ ഷാജി ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന നാളെ കാലത്ത് കേരളത്തിന് വരേണ്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VD സതീശൻ എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ വേറൊരു നേതാവും കോൺഗ്രസും പറഞ്ഞിട്ടില്ലാത്തിടത്താണ് VD സതീശൻ എന്ന് പറയുന്ന ആളാവണം നാളെ കാലത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അയാൾ പറയുന്ന കാര്യങ്ങൾക്കകത്താണ് ശരിയുള്ളത്. അയാൾ ഒരുപക്ഷെ ഈ പറയുന്ന ദേശീയ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മിനിച്ചറാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ വളരെ വലുതായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ആണ് ഈ പറയുന്ന UDFിൻ്റെ ഭാഗമെന്ന് CPM ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ BJP ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടി പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യത്തിനെതിരായിട്ടുള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമങ്ങളാണ് വരേണ്ടതെന്ന് വിചാരിക്കുന്ന നിയമമാണ് ഒരു ഇസ്ലാമിസ്റ്റ് ലോകത്തെ പടുത്തുയർന്നത്. അത് ഇന്ത്യയിൽ പോലും ജമാഅത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇത് മുസ്ലിമിൻ്റെ രാജ്യമല്ല എന്നുള്ള തോന്നൽ. അതായത് നമ്മൾക്ക് ശരിയായ രീതിയിൽ 5 നേരം പുണ്യം കിട്ടത്തക്കോണം നിസ്കരിക്കണമെങ്കിൽ ഈ ഭൂമി അള്ളാഹുവിൻ്റെ ആവണം, അതായത് മുസ്ലിമിൻ്റെ ആവണമെന്ന് പറയുന്ന സ്ഥാനത്താണ് ഈ പറയുന്ന സതീശനാണ് പറയുന്നത്. ശരി, സതീശൻ എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കുന്നത് ഇവരുടെ തത്വം ഇതല്ലേ? ആ തത്വം അതാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതി സംസാരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നത് എന്തുവാണ്? ഇവിടുത്തെ SDPA-കാരനും ജമാഅത്തുകാരനും വെൽഫെയർ പാർട്ടിക്കാരനും PFI-കാരനും ഒക്കെ വളർന്നു വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടി. മുസ്ലിം ലീഗിന് വേറെ ചരിത്രമുണ്ട്, ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമുണ്ടെങ്കിലും കേരളത്തിൽ ആ ചരിത്രം ഇങ്ങ് പുറകോട്ട് വായിക്കും. മുസ്ലിം ലീഗിന് നമ്മൾ കണ്ടതാണ് എന്നാണ് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇവിടെ ഈ PFI-കാരനും SDPA-കാരനും അല്ലെങ്കിൽ ജമാഅത്തുകാരനും ഒക്കെ അന്ന് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തെ നമ്മൾ കണ്ടുള്ളൂ. അല്ലെങ്കിൽ പല കാര്യത്തിലും ഇതേ അഭിപ്രായമാണ് പറയാനുള്ളത്. ഈ പല കാര്യത്തിലും SNDP-കാരൻ്റെ ഹിന്ദുവിൻ്റെ NSSൻ്റെയും കാര്യത്തിൽ ഈ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ ഇപ്പം
ഈ പറയുന്ന ഷാജി പറയുന്നുണ്ട്, ഞാൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ്, എൻ്റെ അഭിപ്രായം, അതും അയാൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുന്നതിന് വേണ്ടി എന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പം ഈ ഒരുപക്ഷെ കേരളത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിലെ എനിക്കറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയാവുന്ന 3 പ്രബലമായിട്ടുള്ള ഗ്രൂപ്പ് ഇവിടെ ഒരുപോലെ അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്. ഇവർക്കെല്ലാം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇവർക്കെല്ലാം കൃത്യമായ വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവർക്ക് 3 പേർക്കും ഗോപ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് 3 പേർക്കും യോഗ്യമാകുന്ന രീതിയിലൊക്കെ ഉള്ള സ്റ്റാൻഡ് സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഈ ഷാജിയുടെ വർത്തമാനത്തിനകത്ത് പറയുന്നത്, കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് ഞങ്ങൾ പിടിച്ചു മേടിക്കും. അപ്പോൾ അങ്ങനെ എങ്ങാണ്ട് കിട്ടാതിരിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടോ? അങ്ങനെ പിടിച്ചു മേടിക്കേണ്ട ഒരു സംവിധാനമുണ്ടോ? ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയല്ലേ? അപ്പോൾ മാത്രമല്ല ഈ ഒരു നെറേറ്റീവ് ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യാനിക്കപ്പുറം മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിൽ ഭരണം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് UDF വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് തെളിവുകൾ നിരത്തി പറയാൻ ഇവിടെ BJP-കാരനുണ്ട്, VHP-കാരനുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മേടിക്കും, ഞങ്ങൾ ഭരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം. അത് കൃത്യമായ വർഗീയത. മാത്രമല്ല സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു. സതീശൻ നാളെ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. ഈ സതീശന്റെ വർത്തമാനവും ഷാജിയുടെ വർത്തമാനവും തമ്മിൽ വ്യത്യാസമില്ല, 2 സ്വരങ്ങളാണെന്നേ ഉള്ളൂ. ഒരേ വർത്തമാനം തന്നെ പറയുന്നു. ഇയാള് കാന്തപുരത്തിന്റെ ഒരു യാത്രയ്ക്കകത്ത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രതിപക്ഷ നേതാവ് അവിടെ കയ്യിൽ വെച്ച് എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ വിഷയം പറഞ്ഞിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വർഗീയവാദിയാണ്, അയാളെ കാറെ കയറ്റിയതാണ് ഏറ്റവും വലിയ കുഴപ്പം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വേദിയിലെത്തി പറഞ്ഞ കൈയടിച്ചു. പക്ഷെ കാന്തപുരവന് മറുപടി പറഞ്ഞ എങ്ങനെയാണെന്നറിയാം, ഈ മാതിരി വർത്തമാനം ഇവിടെ വേണ്ട, ഞങ്ങൾ ഈ വർഗീയത പറയാൻ വേണ്ടിയല്ല ഈ വേദി, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വേദിയല്ല, അതിന് സാധ്യവുമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ ഷാജി ഈ വർത്തമാനം പറയുന്നതും ഈ വർത്തമാനം ആവർത്തിക്കുന്നതും. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനെ കാറെ കയറ്റിയത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് താല്പര്യമനുസരിച്ച്. വെള്ളാപ്പള്ളി കാറെ കയറിയാൽ എന്താ കുഴപ്പം? ഒരു തിരുമേനി കാറെ കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ കാറെ കയറിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ കാറെ കയറിയാൽ ആ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു വലിയ കുഴപ്പമായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ധ്രുവീകരണം, പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഈ ധ്രുവീകരണത്തിന് വളരെ വലിയ ആക്കം കൂട്ടുന്നതിന് വേണ്ടി വീണ്ടും VD സതീശൻ ശ്രമിക്കുന്നു. തിരുവനന്തപുരത്ത് ജയിച്ചത് ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണമാണ്. അപ്പോഴാണല്ലോ ചൂണ്ടിക്കാണിച്ച് മറ്റുള്ളിടത്ത് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണം. അപ്പം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ വേണ്ടാൻ തീരുമാനിച്ചതൊക്കെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതിനും, അല്ലെങ്കിൽ പച്ചയായിട്ട് UDF നാളെ അധികാരത്തിൽ വരും, അത് ജമാഅത്തിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ തിട്ടൂരനുസരിച്ച് ഇവിടെ കൊണ്ടുപോകും. അതിനുള്ള തൻ്റെ ഇടമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന നേതാവിനെ മാത്രമേ ഞങ്ങൾ അംഗീകരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുള്ളൂ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇത് കാണുന്നത്. സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്, അവരുടെ നേതാവ് VD സതീശനാണ്. അപ്പം അങ്ങനെ അധികാരത്തിൽ വരാൻ സാധിക്കുന്ന ഒരു കേരളമുണ്ടോ എന്നുള്ള ചോദ്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ധ്രുവീകരണത്തെ തന്നെ ഉണ്ടാക്കത്തില്ല. അല്ല, ഇത് വളരെ ബോധപൂർവം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളും നടത്തുന്ന ഒരു പ്രചരണമാണ്. ആ പ്രക്രിയയിൽ വളരെ ശക്തമായിട്ട് അക്രമോത്സുകമായിട്ടുള്ള രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മേൽ പതിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവാണ് KM ഷാജി. അപ്പം മതമാണ് പ്രശ്നം എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഞങ്ങളുടെ മുസ്ലിം മതമാണ് പ്രശ്നം എന്നുള്ളതും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാജി ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു കാര്യം, ഈ തെരുവിൽ നടക്കുന്ന മനുഷ്യൻ, തെരുവിൽ നടക്കുന്ന മുസ്ലിമിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് ഏറ്റെടുക്കാൻ, അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ മുസ്ലിം ലീഗിലെ ഒരു നേതാവ് വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അത് ഞാനാണ്. അപ്പം ഞാനത് പറയും, മുസ്ലിം വർഗീയത പറയും. മുസ്ലിം വർഗീയത കേരളത്തിൽ മുസ്ലിങ്ങൾ പറയുന്നുണ്ട്. അത് പറയാൻ മുസ്ലിം ലീഗിനകത്ത് ഒരു പ്രതിനിധി വേണം, അത് ഞാനാണ്. ഞാനങ്ങനെ പറയരുത് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം, അതല്ലെങ്കിൽ തങ്ങൾ കുടുംബം, അവരൊന്നും ഇതൊന്നും പച്ചയായിട്ട് പറയുന്നവരല്ല. പക്ഷേ അവർക്കും തോന്നുന്നുണ്ട് ഇതൊക്കെ പച്ചയായിട്ട് പറയണം, നമ്മൾക്കിത് പറയാൻ പറ്റില്ല, നമ്മൾ വളരെ ബാലൻസറായിട്ടുള്ള മുഖമുള്ള, മതേതരത്വ മുഖമുള്ള നേതൃത്വമാണ്. അപ്പോൾ ഷാജിയെ പോലെയുള്ള
ഒരാൾ അത് പറയട്ടെ. അങ്ങനെ ഷാജിയെ കൊണ്ട് പറയിപ്പിക്കുകയും ഷാജി അതിൽ ഉന്മാദം കൊള്ളുകയും ആ ഉന്മാദാവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നേതാവും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന വി ഡി സതീശനായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. എന്നുവെച്ചാൽ ഈ തീവ്രമായ മതബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ശക്തമായിട്ടുള്ള ധ്രുവീകരണം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഷാജി സംസാരിക്കുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നവരെ ഷാജി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ സുകുമാരൻ നായരും അതിൻ്റെ കൂടെയൊക്കെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു മതധ്രുവീകരണം എന്ന് പറയുന്നത് വളരെ ശക്തമായി ഇവിടെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് മഞ്ഞളാംകുഴി അലിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ 7 മന്ത്രിമാരെങ്കിലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് ചോദിക്കുന്നില്ല. ചോദിക്കുകയില്ല എന്നുള്ളത് എപ്പോഴാണ് നമ്മൾ അറിയണത്? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഇലക്ഷൻ കഴിഞ്ഞ് മുസ്ലിം ലീഗ് ഭരിക്കാൻ വരുമ്പോൾ കേരളത്തിലെ ഭരണം എങ്ങനെയായിരിക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും. എന്ന് മുസ്ലിം ലീഗ് ഷാജി പറയുന്ന പോലെ പറയും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. കാരണം കോൺഗ്രസിന് എന്ത് ശക്തിയുള്ളത്? ഒന്നുമില്ല. അവരില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നതിൽ UDF അധികാരത്തിലെത്തിയാൽ അതിനെ ഷാജി നിയന്ത്രിക്കും എന്നാണ് ഷാജി തൻ്റെ ഇൻ്റർവ്യൂവിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജി തന്നെയാണ് പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടത് വി ഡി സതീശനാണ്. ഷാജി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ ഷാജി തീരുമാനിക്കുന്നത് ആണ് ഇനി അടുത്ത ഭരണത്തിൽ നടക്കാൻ പോകുന്നത് എന്ന സൂചന അതിനകത്തുണ്ട്. 10 വർഷക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടാത്തതൊക്കെ ഞങ്ങൾ പിടിച്ച് പറിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർ പലരും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ബാക്കിയുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കതങ്ങനെ ഇഷ്ടമാവും എന്ന് ഞാൻ കരുതുന്നില്ല. അവരും പ്രശ്നം ഉണ്ടാക്കും. ഇവനാരാണ്, ഈ ഷാജി ആരാണ് എന്ന് ചോദിക്കാം. അതിനുള്ള കെൽപ്പൊക്കെയുള്ള സമൂഹം തന്നെയാണ് കേരള സമൂഹം എന്ന് പറയും. അപ്പം അവർ ബോധപൂർവം അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടെ ശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാകണം. ആ വർഗീയ ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം പിടിക്കണം. ഭരണം പിടിച്ചാൽ പിന്നീട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു മെസ്സേജാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പറയാം. കാരണം അവർ മതരാഷ്ട്രവാദികളാണ് എന്ന് കഴിഞ്ഞ ദിവസം കൂടി അവരുടെ നേതാവ് പറഞ്ഞു. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അത് ഇസ്ലാം മത രാഷ്ട്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ അവനെന്തിനാ ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാൻ നടക്കുന്നത്? കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അന്യമതസ്ഥർ, അവർക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ അത്. ആയിരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇന്ത്യയിൽ പൊതുവെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതില്ലാതാക്കലാണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം. അങ്ങനെ ഇവർ ഇങ്ങനെ തീവ്രമായി ഇവരുടെ മതത്തിനും ഇവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയൊക്കെ വാദിക്കുമ്പോൾ അപ്പുറത്തുള്ള ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സംഘടിക്കുകയും അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും ചെയ്യും. ഇവരുടെയൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക, ഈ സമൂഹത്തെ നെടുകെ പിളർത്തുക. അതിൻ്റെ ആശയം പ്രചാരണം അത് നടത്തുന്നതിന് വേണ്ടി മീഡിയ 1 ചാനൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ. മീഡിയ 1 ചാനൽ ഇല്ലെങ്കിലും ഇതൊക്കെ ഷാജിക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ പറയാം, പകർത്താം, പ്രചരിപ്പിക്കാം. കാരണം ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചാൽ മതി. ഇതൊക്കെ അതപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ തരംഗമായി മാറിത്തീരുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നവരുടെ ഒരു കാലമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ സംസാരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും? അത് വൈറലാവും. സുകുമാരൻ നായർ അടക്കം അങ്ങനെ സംസാരിക്കും, വൈറലാവും. ഇപ്പം മതതീവ്രത വളർത്തി വലുതാക്കി സമൂഹത്തെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്ന ചിന്തയ്ക്കാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.